ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോഡൽ പേപ്പറാണ്. നമുക്കറിയാം 10th പ്രിലിംസ് എക്സാം വരാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ശനിയാഴ്ചയാണ് എക്സാം വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് എക്സാം വരുന്നത്, 3-4 ഘട്ടങ്ങൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചധികം മോഡൽ പേപ്പേഴ്സ് ചെയ്ത് നോക്കാം. ഒരു 5 മോഡൽ പേപ്പേഴ്സോളം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 85 മാർക്കാണ്. 85 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കും. 85 മാർക്ക് കട്ട് ഓഫ് വരാൻ കാരണം അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയതെന്നും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് അമരാവതി. അമരാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സമ്രാട്ട് ചൗധരി? ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സമ്രാട്ട് ചൗധരി? ആൻസർ ഓപ്ഷൻ സി ബീഹാർ. കുമാരനാശാനെ ഏത് കാവ്യത്തെ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അവതരിപ്പിച്ച കഥകളിയാണ് മാതംഗി ചരിതം? മാതംഗി ചരിതം. ആൻസർ ഓപ്ഷൻ ബി ചണ്ഡാല ഭിക്ഷുകി. ചണ്ഡാല ഭിക്ഷുകി. ദേശീയപാതയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതി ഏത്? ദേശീയപാതയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആരോഗ്യവനം. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയ വ്യക്തിയുടെ പേരെന്ത്? ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയ വ്യക്തിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ഹരീഷ് റാണ. 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അതിഥി അവതാരകയായി എത്തിയ ഇന്ത്യൻ നടി ആര്? 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അതിഥി അവതാരകയായി എത്തിയ ഇന്ത്യൻ നടി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക ചോപ്ര. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിക്കുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിക്കുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ ഗുരുഗ്രാം. ഗുരുഗ്രാമിലാണ് ആദ്യത്തെ LPG ATM സ്ഥാപിക്കുന്നത്. 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര്? 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആർ രാജശ്രീ. 2026 പത്മപ്രഭ പുരസ്കാരം ആർ രാജശ്രീ. ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി 2026 മെയിൽ നിയമിതനായ വ്യക്തി ആര്? ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി 2026 മെയിൽ നിയമിതനായ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ഡി രാജാ സുബ്രഹ്മണി. രാജാ സുബ്രഹ്മണി. 2027 സെൻസസിലെ ഭാഗ്യചിഹ്നങ്ങൾ ഏവ? 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രഗതി വികാസ്. ഓപ്ഷൻ ബി 3ഉം 4ഉം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം ഏത്? ആൻസർ ഓപ്ഷൻ എ താരാപൂർ. ആദ്യത്തെ വാണിജ്യ ആണവ നിലയം ഏതാണ്? താരാപൂർ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റമായി അറിയപ്പെടുന്നത് ഏത്? ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റമായി അറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ബി കന്യാകുമാരി. ചുവടെ പറയുന്നവയിൽ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി ഏത്? ചുവടെ പറയുന്നവയിൽ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ലൂണി. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത്?
ആൻസർ ഓപ്ഷൻ ബി ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ്. ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ? ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ? ആൻസർ ഓപ്ഷൻ ബി ഗോദാവരി. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3, 4. കിഴക്ക് ഭാഗത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. തൂത്തുക്കുടി, വിശാഖപട്ടണം, പാരദ്വീപ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാരക്കോറം. ശരിയല്ലാത്ത വിവരം ഏത്? ഹിമാലയ നിരകളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ് സിവാലിക് നിര. ശരിയാണോ? അത് തെറ്റാണ്, അതാണ് ശരിയല്ലാത്തതും. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് സിവാലിക് ആണ്. സിവാലിക് നിരയുടെ ഏകദേശ വീതി 60 മുതൽ 150 വരെ കിലോമീറ്റർ അല്ലേ. നെക്സ്റ്റ്, ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ട വർഷമേത്? ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ട വർഷമേത്? ആൻസർ ഓപ്ഷൻ സി 1917 ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ്, ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ യോഗമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്? ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ യോഗമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൗളത്ത് നിയമം, അല്ലെങ്കിൽ എന്താണ്, കരി നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഒരേ കാലയളവിൽ അരങ്ങേറിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? ഖിലാഫത്ത് സമരം, നിസ്സഹകരണ സമരം, നിയമലംഘന സമരം, അഹമ്മദാബാദ് മിൽ സമരം. ഒരേ കാലയളവ്. ഖിലാഫത്ത് സമരം എന്നാണ് 1919 ആണ്. നിസ്സഹകരണ സമരം 1920, നിയമലംഘന സമരം 1930, അഹമ്മദാബാദ് മിൽ സമരം 1918. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ഖിലാഫത്ത് സമരം 1919 മുതൽ 1924 വരെയാണ് നടന്നത്. അതിനാലാണ് ആ ഒരു ആൻസർ വന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിസ്സഹകരണ സമരകാലത്ത് ഔദ് കിസാൻ സഭ രൂപവൽക്കരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? നിസ്സഹകരണ സമരകാലത്ത് ഔദ് കിസാൻ സഭ രൂപവൽക്കരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നിസ്സഹകരണ സമരത്തിനിടെ 1922 ഫെബ്രുവരി 2-നാണ് ചൗരി ചൗരാ സംഭവം ഉണ്ടായത്. അത് ശരിയാണ് അല്ലേ. ബംഗാളിലെ ചൗരി ചൗരയിൽ സംഘർഷത്തെ തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെച്ചു. അത് തെറ്റാണ്. ഇനി തീവെപ്പിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജോൺ സൈമൺ കമ്മീഷൻ. ജോൺ സൈമൺ കമ്മീഷൻ. ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകൾ ഏവ? ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്, ബംഗാളും പഞ്ചാബും.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്. ആൻസർ ഓപ്ഷൻ ഡി 1951-52. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുത്തലിയാർ കമ്മീഷൻ. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുത്തലിയാർ കമ്മീഷൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി വോട്ട് ചെയ്യാനും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമേത്? മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ, ആമുഖം എന്നീ ഭാഗത്തു നിന്നൊക്കെ PSC ചോദിച്ച മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടവയാണ്? റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടവയാണ്? ആൻസർ ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 300A. ദേശീയ ഗാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി. ദേശീയ ഗാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ ഓപ്ഷൻ ബി ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി MN വെങ്കടചെല്ലയ്യ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ഗവർണർ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ശരിയാണോ? ശരിയാണ്. വിവരാവകാശ നിയമത്തിലെ 8-ാം സെക്ഷൻ പ്രകാരമാണ് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കിയിരിക്കുന്നത്. അതും ശരിയാണ്. 2005 വിവരാവകാശ നിയമത്തിന് അനുബന്ധമായുള്ള പട്ടികകൾ 2 എണ്ണമാണ്. ശരിയാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ കോർട്ട് ഫ്രീ സ്റ്റാമ്പാണ്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനം, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ രൂപവൽക്കരണം എന്നിവ സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘാടനം, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ രൂപവൽക്കരണം എന്നിവ സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 7-ാം ഭേദഗതി. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം ചുവടെ പറയുന്നവയിൽ എന്ത് നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനമാണ്? കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം ചുവടെ പറയുന്നവയിൽ എന്ത് നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനമാണ്? ആൻസർ ഓപ്ഷൻ എ ദേശീയ പതാക. നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 4 സ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ നദികളുടെ ശരിയായ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ സി പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. പ്രസിദ്ധമായ പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പ്രസിദ്ധമായ പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. കല്ലടയാറ് അഷ്ടമുടി കായലിൽ പതിക്കുന്നിടത്തുള്ള ദ്വീപ് ഏത്?
കല്ലടയാറ്. അഷ്ടമുടിക്കായൽ പതിക്കുന്നിടത്തുള്ള ദ്വീപ് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൺട്രോ തുരുത്ത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയുള്ള കേരളത്തിലെ തടാകമേത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയുള്ള കേരളത്തിലെ തടാകമേത്? ആൻസർ ഓപ്ഷൻ ഡി, ശാസ്താംകോട്ട തടാകം. സംസ്ഥാനത്തെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നതിൽ ശരിയായ ജോഡികളേവ? വെള്ളച്ചാട്ടങ്ങളും ജില്ലകളും. ആൻസർ ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. പാലരുവി കൊല്ലം, ചെതലയം വയനാട്, മീൻവല്ലം പാലക്കാട്, തുഷാരഗിരി കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കാസർഗോഡ്. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളേവ? പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളേവ? ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3, 4. കക്കി, കല്ലാർ, അഴുത. കക്കി, കല്ലാർ, അഴുത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, NH-66. അറബിക്കടലിൽ പതിക്കാത്ത നദി ഏത്? അറബിക്കടലിൽ പതിക്കാത്ത നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കബനി. ഇടനാടുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സമുദ്രനിരപ്പിൽ നിന്ന് 25,250 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 41.76% ഇടനാട്. ശരിയാണ്. ഏലം, തേയില എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് ഇടനാട്. തെറ്റാണ്, മലനാടാണ് അല്ലേ. ഇടനാടിൻ്റെ വിസ്തീർണം ഏതാണ്? 16,230 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതും ശരിയാണ്, 16,230. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതായിരുന്നു? ബ്രിട്ടീഷ് അധികാരത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം, 1721. ആദ്യത്തെ കലാപമാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപമാണ്, 1697. സംഘടിത കലാപം ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം. ശരിയായ വിവരണങ്ങൾ ഏതെല്ലാം? ാണ് കുറിച്യലഹള നടന്നത്. ശരിയാണ്. വയനാടാണ് കുറിച്യലഹളയ്ക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശം എന്ന് പറയുന്നത്. കുറിച്യ കലാപം നയിച്ചതാരാണ്? രാമനമ്പിയാണ്. മറ്റൊരു ഗോത്രവിഭാഗമായ കുറുമ്പരും കുറിച്യലഹളയിൽ പങ്കെടുത്തു. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, മഞ്ചേരി. 1930 ഏപ്രിലിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് തിരിച്ച ഉപ്പു സത്യാഗ്രഹികളുടെ സംഘത്തെ നയിച്ചതാര്? 1930 ഏപ്രിലിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് തിരിച്ച ഉപ്പു സത്യാഗ്രഹികളുടെ സംഘത്തെ നയിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, കെ കേളപ്പൻ. മേൽമുണ്ട് സമരം നടന്നത് ഏത് പ്രദേശത്താണ്? മേൽമുണ്ട് സമരം നടന്നത് ഏത് പ്രദേശത്താണ്? ഓപ്ഷൻ സി, തെക്കൻ തിരുവിതാംകൂർ. പണ്ടാരപ്പാട്ട് വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? പണ്ടാരപ്പാട്ട് വിളംബരം. ആൻസർ ഓപ്ഷൻ എ, സർക്കാർ ഭൂമിയിൽ കുടിയാന സ്ഥിരാവകാശം ലഭിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിനെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം? ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിനെ സമർപ്പിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി, 1896. നിവർത്തന പ്രക്ഷോഭം മൂലമുണ്ടായ പ്രധാന ഫലം ഏത്? നിവർത്തന പ്രക്ഷോഭം മൂലമുണ്ടായ പ്രധാന ഫലം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിതനായി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂരിലെ സീതി കോയ തങ്ങൾ, ആലി മുസ്ലിയാർ. ഏത് നഗരത്തിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കൊച്ചി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയാണ് വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്നത്?
ഏത് നഗരത്തിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കൊച്ചി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയാണ് വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി, തൃശ്ശൂർ. ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലായുള്ള വിഷവാതകം ഏത്? ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലായുള്ള വിഷവാതകം ഏത്? ആൻസർ ഓപ്ഷൻ ബി, സൾഫർ ഡൈ ഓക്സൈഡ്. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ എ, അൾട്രാവയലറ്റ് രശ്മികൾ. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ടാനിക് ആസിഡ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? pH മൂല്യം 7 എന്നത് നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയാണ്. pH മൂല്യം 7 ആയ വസ്തുവിന് ഉദാഹരണമാണ് ശുദ്ധജലം. pH മൂല്യം 7 താഴെ ആസിഡ് സ്വഭാവം കാണിക്കുന്നു. pH മൂല്യം 7 മുകളിൽ ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏത് നിറമാകുന്നു? ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏത് നിറമാകുന്നു? ആൻസർ ഓപ്ഷൻ ബി, പിങ്ക്. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാനുള്ള കാരണമെന്ത്? അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാനുള്ള കാരണമെന്ത്? ആൻസർ ഓപ്ഷൻ എ, ദ്രാവകമർദ്ദം കൂടുന്നത് നേരിടാൻ. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറാവാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത് എന്ത്? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ ഇതാണ്, സേഫ്റ്റി ഫ്യൂസ് ആണ്. ഓപ്ഷൻ ഡി, സേഫ്റ്റി ഫ്യൂസ്. ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവയെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നത് എന്ത്? ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവയെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ലെൻസ്. ദൂരമളക്കാനുള്ള ഏകകങ്ങൾ ഏതെല്ലാം? ദൂരമളക്കാനുള്ള ഏകകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, 1, 2, 3. ഏതൊക്കെയാണ്? പ്രകാശവർഷം, പാർസക്ക്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലം? മുടിയിലുരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലം? ആൻസർ ഓപ്ഷൻ എ, സ്ഥിത വൈദ്യുതി ബലം. സ്ഥിത വൈദ്യുത ബലം. കോശങ്ങളിലെ ഊർജ്ജ നിർമ്മാണം, സംഭരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഏത് കോശാംഗമാണ് കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്? കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നതാണ്. അതായത് കോശങ്ങളിലെ ഊർജ്ജ നിർമ്മാണം, സംഭരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഒരു കോശാംഗം കൂടിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൈറ്റോകോൺട്രിയോൺ. നെക്സ്റ്റ്, വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ, മജ്ജ. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏത്? കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, നാരുകല. കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്, അൾട്രാസോണിക് തരംഗങ്ങളാണ് കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി, സെറികൾച്ചർ. എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക? എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക? ആൻസർ ഓപ്ഷൻ സി, മാവ്. ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രശസ്ത പരിസ്ഥിതി ഗ്രന്ഥമായ സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത്? സൈലന്റ് സ്പ്രിംഗിൽ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? DDTയെ കുറിച്ചാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ എ, 1, 2. വിരശല്യം, ടെറ്റനസ്. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ഏത്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഡിയം.
വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏത്? വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സമാശ്വാസം 1 പദ്ധതി. നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും ഓപ്ഷനും മാത്രം പറയുന്നുള്ളൂ. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. 1ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 18:1/34. നെക്സ്റ്റ് 2ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 25. 3ന്റെ ആൻസർ ഓപ്ഷൻ സി 538. 4ന്റെ ആൻസർ ഓപ്ഷൻ സി 36 കിലോമീറ്റർ. 5ന്റെ ആൻസർ 5. ആൻസർ ഓപ്ഷൻ ഡി 21. 6 ഓപ്ഷൻ സി 1/16. 7 ഓപ്ഷൻ എ. 8 ഓപ്ഷൻ ബി. 9 ഓപ്ഷൻ ഡി. 10 ഓപ്ഷൻ എ. 11 ഓപ്ഷൻ ബി. 12 ഓപ്ഷൻ ഡി. 13 ഓപ്ഷൻ ഡി. 14 ഓപ്ഷൻ എ. 15 ഓപ്ഷൻ സി. 16 ഓപ്ഷൻ ഡി. 17 ഓപ്ഷൻ എ. 18 ഓപ്ഷൻ സി. 19 ഓപ്ഷൻ ബി. 20 ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ എത്ര കിട്ടിയെന്ന് മാർക്ക് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ